ഓഫീസ് തുറന്ന ഉടനെ ചെയർമാന്റെ സീറ്റിൽ നീയല്ലേ ഇരിക്കാൻ പോന്നേ? അത് ഇന്നലെ ഫിക്സ് ചെയ്ത കാര്യമല്ലേ? സംസ്കൃതി ഇവന്റ്സ് ചെയർമാൻ ഞാൻ തന്നെയാണ്. ആ വസു ആ പോസ്റ്റ് കയറിയിരിക്കാൻ ശ്രമിക്കും. നീ അതിന് സമ്മതിക്കരുതടി. അഭിയേട്ടൻ പോയി ഇരുന്നാലും ശരി, എഴുന്നേപ്പിച്ചിട്ട് ഞാൻ പോയിരിക്കും. അഭിയും വസു അല്ലാതെ ഓഫീസിൽ നിന്നെ നേരിടാൻ ആരുണ്ടാവരുത്. യെസ് ആന്റി, ഇന്നു മുതൽ ഈ വീട്ടിലും ഓഫീസിലും എന്റെ ഭരണമേ നടക്കൂ. വാ ആന്റി. എല്ലാരും റെഡിയായോ? ആ റെഡി അബി. സമയേ ശരി പോവാം. വാ. ഒരുപാട് നാളായി ഓഫീസ് കണ്ടിട്ട്. വാ മോളെ. നമ്മുടെ ഓഫീസാ ഭാവനെ, നമ്മുടെ സ്വന്തം ഓഫീസ്. അതെ ഏട്ടാ, നമ്മുടെ സംസ്കൃതി ഈവന്റ്സ് ഓഫീസ്. നമ്മുടെ ഈ ഓഫീസ് വീണ്ടും കാണുമ്പോൾ ഞാൻ എൻ്റെ കാലം വയ്യാത്ത കാര്യമൊക്കെ മറക്കുക. മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും നാൾ ആരുടെ ഓഫീസിൽ ഗതിയില്ലാതെ നമ്മൾ ജോലി ചെയ്തു. ഇപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം ഓഫീസിലെത്തി. ഈ ഓഫീസിന് എന്റേതാ. ഇതിന്റെ കൺട്രോൾ ഞാനെടുത്ത് എല്ലാരെയും വരുതിക്ക് നിർത്തും. അച്ഛാ, ഞാൻ വലുതായിട്ട് നമ്മുടെ ഓഫീസിലെ ജോലി ചെയ്യാൻ പോകുന്നേ. അച്ഛന്റെ പേര് ഞാൻ സംരക്ഷിക്കും. ചേട്ടന്റെ കൂടെ ചേർന്ന് ഞങ്ങളും ഈ ഓഫീസിൽ ജോലി ചെയ്യും അച്ഛാ. ഞങ്ങൾ ഓഫീസ് നോക്കിക്കോളാം. അച്ഛൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. എല്ലാവർക്കും ഓഫീസിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവർ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ ഓഫീസിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അഖിലിന് വേണ്ടിയെങ്കിലും ഞാനിത് ചെയ്തേ പറ്റൂ. ഏട്ടന്റെ മനസ്സിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട്. പുറത്ത് ചിരിക്കുന്നേ ഉള്ളൂ. മനസ്സിൽ എന്തോ വലിയ വിഷമമുണ്ട്. അതെന്തായിരിക്കും? എന്താ പൂജാരി, മുഹൂർത്തത്തിന് ഇനി എത്ര സമയമുണ്ട്? സമയമായി മോനെ, പൂജ നമുക്ക് ആരംഭിക്കാം. ആരംഭിക്കാം. शुक्लांबरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये गजाननमहर्निशो अनेकदन्तं वक्तानामेकदन्तम् उपास्महे. व्यापाराभिवृद्धिरस्तु, ഐശ്വര്യ പ്രാപ്തിരസ്തു, ശുഭമസ്തു. സാറേ, ഈ തേങ്ങ ഒന്ന് ഉടച്ചു തരാമോ? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ റിബൺ ഒന്ന് കട്ട് ചെയ്തേ. വലത് കാല് വെച്ച് അകത്തോട്ട് വെക്കുള്ളൂ. ആ റിബൺ ഞാൻ കട്ട് ചെയ്യാൻ പൂജാരി. ആ കത്രി എടുത്ത് എനിക്ക് തന്നാ മതി. എന്നാ ഞാൻ കട്ട് ചെയ്താ ശരിയാവില്ലേ? ഒന്നും മിണ്ടാതിരുന്നേ. നീയും ചെയ്യേണ്ട കാർത്തികേ. അബിയും വസുവും റിബൺ കട്ട് ചെയ്യട്ടെ. ശരി അബി, നിങ്ങൾ രണ്ടുപേരും തന്നെ കട്ട് ചെയ്യേണ്ടത്. ഞാനല്ല ഏട്ടാ, ഒരു ചീഫ് ഗസ്റ്റാണ് റിബൺ മുറിക്കാൻ പോകുന്നത്. ചീഫ് ഗസ്റ്റോ? ആരാ ഏട്ടാ വരാൻ പോകുന്നേ? ആരാ അച്ഛാ ചീഫ് ഗസ്റ്റ്? നിന്റെ ചെറിയച്ഛൻ.
ഞാനോ? നീ വേണം റിബൺ കട്ട് ചെയ്യാൻ. വേണ്ട ഏട്ടാ, എൻ്റെ സമയം തീരെ ശരിയല്ല. എൻ്റെ 2 കാലും തളർന്നു പോയി. ഭാഗ്യം കെട്ട് ഞാൻ ഓഫീസ് ഇനോഗ്രേറ്റ് ചെയ്താ അത് അപശകനമായിരിക്കും. ഇനി നീ ഈ വാക്ക് ഉപയോഗിക്കരുത് അഖിൽ. നീ ഒരു ഭാഗ്യം കെട്ടവനല്ല. അങ്ങനൊരു വിചാരം പോലും നിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. എന്നാൽ അത് തന്നെയല്ലേ എടുത്തി സത്യം. അത് യാഥാർത്ഥ്യമല്ലടാ, താൽക്കാലികം മാത്രം. വൈകാതെ നീ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. അതുവരെ എൻ്റെ ജീവിതം ഒറ്റയ്ക്ക് ഈ വീൽ ചെയർ തന്നെയല്ലേ ഏട്ടാ. നീ അങ്ങനെ ഫീൽ ചെയ്യാൻ പാടില്ലെന്ന് കരുതിയാ നിന്റെ ഏട്ടന്മാർ ഈ ഓഫീസ് തുറക്കുന്നത് തന്നെ. നിനക്ക് വേണ്ടി അവരിതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഈ ഓഫീസ് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് നിന്നെക്കാളും അർഹതയുള്ള മറ്റാരും ഇവിടെ ഇല്ല അഖിൽ. നിന്റെ കൈകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. ഇതാ കട്ട് ചെയ്യേ. ഉണ്ണി, അനു, കീർത്തി, നിങ്ങളും വാ, നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യും. എന്താ ഏട്ടാ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? വരൂ, അകത്തേക്ക് പോവാം. വരൂ. കാർത്തികേ, അതാ ഇതാ ചെയർമാന്റെ സീറ്റ്. അത് ചെയർമാന്റെ സീറ്റൊന്നും അല്ല ആന്റി, അത് എന്റെ സിംഹാസനമാണ്. കുറച്ചു കഴിയുമ്പോ ആ സിംഹാസനത്തിലിരുത്തി എന്നെ പട്ടാഭിഷേകം ചെയ്യും അവര്. നോക്ക്, അതിന്റെ അടുത്ത് എനിക്കൊരു സീറ്റ് തരണേ. എന്തിന്? പഴയ കാലങ്ങളിൽ രാജാവിനും മന്ത്രിയും രാജഗുരു ഒക്കെ തുണയായിട്ടുണ്ടാവാറില്ലേ? അതുപോലെ ഞാൻ നിനക്ക് തുണയായിട്ടിരിക്കും. എന്റെ പട്ടാഭിഷേകം കഴിഞ്ഞു നോക്കാം. ആ, മുഹൂർത്ത സമയമായി. ഈ സ്ഥാപനത്തിന്റെ ഉടമ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വന്നിരിക്കുക. വരൂ ബി, ചെയർമാന്റെ കസേരയിൽ വന്നിരിക്കേ. ആ ചെയറിലിരിക്കേണ്ട വ്യക്തി ഞാനല്ല ഏട്ടാ. കണ്ടില്ലേ ആന്റി, അഭിയേട്ടനും കൂടി ചെയർമാനായിട്ട് എന്റെ പേരാ പറയാൻ പോകുന്നത്. ആ സീറ്റിൽ ഇരിക്കാനുള്ള യോഗ്യത നിനക്കല്ലാതെ മറ്റാർക്കാണുള്ളത് അബി? എന്നെക്കാൾ കൂടുതൽ യോഗ്യത മറ്റൊരാൾക്കാണ്. എനിക്കാണ്. ആ വണ്ണുള്ളി ചെയർമാൻ ഞാനാ. ഏട്ടനേക്കാളും അർഹതയുള്ള മറ്റാരാ അവിടെ ഇരിക്കാൻ? നമ്മുടെ ഏട്ടനാണെങ്കിൽ ഞാനോ? അതെ ഏട്ടാ. ഇന്ന് മുതൽ സംസ്കൃത ഈവൻസ് ചെയർമാൻ ഏട്ടനാണ്. ഞാനെങ്ങനെടാ ബി ചെയർമാനാവുന്നേ? തുടക്കം മുതൽ നീ തന്നെയല്ലേ നോക്കി നടത്തുന്നേ? എന്നാൽ ഇന്നു മുതൽ ഈ കമ്പനി നയിക്കുന്ന സാരഥി എൻ്റെ ഏട്ടനാണ്. എനിക്ക് എന്ത് അറിവുണ്ടെന്ന് വെച്ചിട്ടാ നീ എന്നെ ചെയർമാനാക്കുന്നേ? എടാ, എനിക്ക് അതിനുള്ള ഒരു യോഗ്യതയില്ല. ഞങ്ങളുടെയൊക്കെ സ്വന്തം ഏട്ടൻ, വീട്ടിലെ ഏറ്റവും മുതിർന്ന ആള്, ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആൾ, ഒരു നല്ല വ്യക്തി. ഇതിനേക്കാളൊക്കെ ഒരു വലിയ യോഗ്യത ഇനി എന്താണ് വേണ്ടത്? അതേ ഭാസ്കരേട്ടാ,
ഈ കുടുംബത്തിന്റെ മൂത്തയാള് ഭാസ്കരേട്ടനാ. കമ്പനിയിൽ പോലും ഭാസ്കരേട്ടന് വലിയ സ്ഥാനമായിരിക്കണം. ഭാസ്കരേട്ടനാ ഞങ്ങളുടെ ചെയർമാൻ. നന്നായിട്ടുണ്ട് വസുവേട്ടത്തി, വളരെ നന്നായിട്ടുണ്ട് അഭിയേട്ടാ. വയസ്സിന് മൂത്ത ആളാണെന്ന കാരണത്താൽ ഭാസ്കരേട്ടനെ ചെയർമാനായി നിർദ്ദേശിച്ചോ? നീ എന്തൊക്കെയാ കാർത്തിക് പറയുന്നേ? സത്യമാണ് പറയുന്നത്. ഓഫീസിന് പുറത്ത് നിൽക്കുന്ന മരത്തിന് ഭാസ്കരേട്ടനെക്കാളും കൂടുതൽ പ്രായം ഉണ്ടാവും എന്ന് കരുതി ആ മരത്തിനെ ചെയർമാൻ സ്ഥാനത്തിരുത്തുവോ? കാർത്തിക, ചെയർമാൻ ആകാനുള്ള യോഗ്യത പ്രായത്തിലല്ല നോക്കേണ്ടത്, അനുഭവത്തിലാ. അത് ഭാസ്കരേട്ടനുണ്ടോ? ഭാസ്കരേട്ടന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനെങ്കിലും കഴിവുണ്ടോ? ധൈര്യമായിട്ടൊന്ന് ജോലി ചെയ്യാൻ കഴിയോ? ലൈഫില് ഒരു ഈവന്റ് പോലും ചെയ്യാത്ത ഭാസ്കരേട്ടന് എങ്ങനെ ഒരു ചെയർമാൻ സീറ്റിൽ ഇരിക്കാൻ പറ്റും? എല്ലാം നിങ്ങൾ തീരുമാനിച്ചാ മതിയോ? ഭാസ്കരേട്ടനെ മാറ്റി നിർത്തിയിട്ട് വേറെ ആരെ ചെയർമാൻ ആക്കണമെന്നാ പറയുന്നേ? എന്നെ ആ സ്ഥാനത്തിരുത്ത്. എനിക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, ധൈര്യമുണ്ട്, ബുദ്ധി സാമർഥ്യവും ഉണ്ട്, എല്ലാത്തിനും പുറമെ എക്സ്പീരിയൻസും ഉണ്ട്. നിനക്ക് എന്ത് എക്സ്പീരിയൻസാ ഉള്ളത്? സുമിത്ര മാഡത്തിന്റെ ഓഫീസില് ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതേ ഓഫീസില് ഭാസ്കരേട്ടൻ എന്ത് ജോലിയാണ് ചെയ്തിരുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഷട്ട് അപ്പ് കാർത്തിക. എല്ലാവരുടെ മുന്നേ വെച്ച് എന്റെ ഏട്ടനെ ഇൻസൾട്ട് ചെയ്യുന്നോ? അപ്പൊ നിന്റെ ഏട്ടനും ഏട്ടത്തിയും എന്റെ ടാലന്റിനെ ഇൻസൾട്ട് ചെയ്തതോ? എനിക്ക് എന്ത് കുറവാ ഉള്ളത്? എന്തിനാ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നേ? നിനക്കാണെങ്കിൽ കാലില്ല, നിന്നുകൊണ്ട് ഒരു ജോലിയും ചെയ്യാനാവില്ല. ഏത് മൂലയിൽ കൊണ്ടിരുത്തിയാലും അതിനൊരു അർത്ഥമുണ്ട്. നിന്നെ പോലെ ഞാൻ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലല്ലോ. ഭാസ്കരേട്ടനെ പോലെ മെച്ചൂരിറ്റി ഇല്ലാത്ത ആളുമല്ല. കാർത്തിക, വസു, ഇതിൽ കൂടുതൽ നീ ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ കാർത്തിക, ഇത് ഞാൻ ഓഫീസാണെന്ന് വിചാരിക്കില്ല. കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ നിനക്ക്? ഭാസ്കരേട്ടനെയും അഖിലിനെയും നീ ഏത് സ്ഥാനത്താ കണ്ടോണ്ടിരുന്നേ? 2 ദിവസം മാനേജർ സ്ഥാനത്ത് ഇരുന്നു എന്ന് വെച്ചിട്ട് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണാൻ പറ്റുമോ? ആ 2 ദിവസം നീ ഓഫീസിൽ എന്താ ചെയ്തേന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആദ്യം മുതിർന്നവരോട് ബഹുമാനത്തോടെ സംസാരിക്കാൻ പഠിക്ക്. അച്ചടക്കത്തോടെ നടക്കാനും പഠിക്ക്. നീ നമ്മൾ എവിടെ നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ സംസാരിക്കണമെന്ന് ആദ്യം പഠിക്ക്. ഇനി എന്തെങ്കിലും നീ എതിര് പറഞ്ഞാ എന്റെ സ്വഭാവം മാറും. മൈൻഡ് ഇറ്റ്. നിർത്ത്. വസുവിന്റെ ദേഷ്യം കണ്ടാ നിന്നെ കൊല്ലുന്നാ തോന്നുന്നത്. നീ ഒന്നും മിണ്ടാതിരിക്കും. കാർത്തികയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എടുത്തി. സോറി എടുത്തി. അവൾ അറിവില്ലാതെ ഓരോന്ന് പറയാ. അവളോട് ക്ഷമിക്കേ. ഈ കമ്പനിയുടെ ചെയർമാൻ ആകാനുള്ള യോഗ്യത ഭാസ്കരേട്ടന് മാത്രമേ ഉള്ളൂ ഏട്ടാ. ഈ തീരുമാനം എടുത്തത് ഭാസ്കരേട്ടന്റെ അനിയനാ. അതിനെ എതിർക്കാനുള്ള അവകാശവും അർഹതയും ഇവിടെ മറ്റാർക്കും ഇല്ല. ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞത് കേട്ടില്ലേ? നിന്റെ ഈ ചാട്ടത്തിനൊക്കെ വസു വാക്കുകൾ കൊണ്ടാ മറുപടി തരുന്നത്. അഭി റിയാക്ട് ചെയ്താ നീ പിന്നെ ഈ ഓഫീസിൽ പോലും കാണില്ല. തൽക്കാലം ഒന്ന് അടങ്ങ്. വേണ്ട അബി. കാർത്തിക പറഞ്ഞതുപോലെ ഞാൻ ഈ കസേരയ്ക്ക് യോഗ്യനല്ല. നീ തന്നെ ഇവിടെ ഇരിക്കേണ്ടത്. ഞാൻ നിന്റെ കീഴിൽ ജോലി ചെയ്തോളാം. ഇല്ല ഏട്ടാ, ഞാൻ മാത്രമല്ല, അഖിൽ, വസുന്ധര, നമ്മുടെ സ്റ്റാഫ്സ് എല്ലാവരും ഏട്ടനോടൊപ്പം. ഏട്ടനാണ് ഇവിടുത്തെ ചെയർമാൻ. കാർത്തിക സംസാരിച്ചതൊന്നും ഭാസ്കരേട്ടൻ മനസ്സിൽ വെച്ചേക്കണ്ട. അവൾ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. പ്ലീസ് ഇരിക്കു ഭാസ്കരേട്ടാ.
ഏട്ടാ കരയരുത്. വാ വന്നിരിക്ക. സംസ്കൃതി ഈവൻസ് ചെയർമാനെ സ്ഥാനമേറ്റെടുത്ത് ധൈര്യമായിട്ട് സൈൻ ചെയ്യട്ടെ. താങ്ക്സ് അബി. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഏട്ടാ. സോറി ചെയർമാൻ സാർ. താങ്ക് യു അബി. കൺഗ്രാറ്റ്സ് ഏട്ടാ. താങ്ക്സ് അഖിൽ. കൺഗ്രാറ്റ്സ് ഏട്ടാ. താങ്ക് യു പാവനി. ഇങ്ങോടി. കൺഗ്രാറ്റ്സ് ഭാസ്കരേട്ടാ. താങ്ക് യു വസു. കൺഗ്രാറ്റ്സ് വലിച്ച. താങ്ക് യു ഉണ്ണി. ആന്റി വിട ആന്റി. നീ എന്തിനാണ് ഇങ്ങനെ ആവേശം കാണിക്കുന്നത്? ഇത് ആവേശമല്ല ആന്റി, വൈരാഗ്യം, വേദന, ദേഷ്യം എല്ലാം ആണ്. എനിക്ക് മനസ്സിലാകും. പക്ഷെ നീ ഇങ്ങനെ ധൃതി കാണിച്ചാൽ എങ്ങനെയാ? നിന്നെ പറ്റി ആൾക്കാർ എന്ത് വിചാരിക്കും? ആരെന്ത് പറഞ്ഞാലും ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കണമെന്നും ഓഫീസിനെ കൈക്കുള്ളിലാക്കണമെന്നും നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? ഞാൻ തന്നെയാ പറഞ്ഞത്. പക്ഷെ ഞാനല്ലേ ഇപ്പൊ നിന്നോട് മിണ്ടരുതെന്ന് പറയുന്നത്. എന്തിന്? സിറ്റുവേഷൻ നമുക്ക് അനുകൂലല്ലാത്തത് കൊണ്ടാടി. ചെയർമാൻ സീറ്റില് അഭിയോ വസു ഇരിക്കുമെന്നാ ഞാൻ കരുതിയത്. ഭാസ്കറിന് ആ സീറ്റ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഭാസ്കരേട്ടനെക്കാളും എനിക്ക് എന്താണ് ഒരു കുറവ്? എനിക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലേ? സുമിത്ര ദേവിയുടെ ഓഫീസിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസും ഉണ്ട്. മാനേജർ ആയിട്ട് പോലും ജോലി ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഭാസ്കരേട്ടനെ എങ്ങനെ അവർ ചെയർമാൻ ആക്കും? ഭാസ്കർ എല്ലാവരെക്കാളും മൂത്തവനായതുകൊണ്ട്. വയസ്സാണ് അതിന്റെ യോഗ്യതയെങ്കിൽ ചെയർമാൻ സ്ഥാനത്ത് ആന്റിയല്ലേ ഇരിക്കേണ്ടേ? എനിക്ക് അത്ര വലിയ ആശകളൊന്നും ഇല്ലടി. പിന്നെ എന്തിനാ എനിക്ക് ആഗ്രഹം ഉണ്ടാക്കിയത്? കുറച്ചു നാളൊന്ന് സമാധാനിക്ക്. എത്ര ദിവസം? നമ്മുടെ സമയം വരുന്നത് വരെ. സ്വത്തെല്ലാം വന്ന് ചേർന്നല്ലോ, ഇനി എന്തിനു കാത്തിരിക്കണം? അയ്യോ, നീ ഒന്ന് ധൃതി കാണിക്കാതെ ഞാൻ പറയുന്നത് സമാധാനത്തോടെ ഒന്ന് കേൾക്ക്. നീ അഖിലിന്റെ കാര്യം നോക്കണമെന്നാ അബിയും വസും വിചാരിക്കുന്നത്. പറ്റില്ല, ഓഫീസിലെ കാര്യം ഞാൻ നോക്കൂന്ന് പറഞ്ഞ അവരുടെ കണ്ണിലെ നീ മോശപ്പെട്ടവളായി മാറും. നീ ഒരുപാട് പിടിവാശി കാണിച്ച ആ അബിക്ക് ദേഷ്യം വരും. ആ അബിയും വസും പിന്നെ വീട്ടിൽ നിന്ന് തന്നെ നിന്നെ പുറത്താക്കും. പിന്നെ ഈ സ്വത്തുനിന്ന് 10 പൈസ പോലും കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. ഇട്ടിരിക്കുന്ന തുണിയും കൊണ്ട് നീ പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വരും. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു സിറ്റുവേഷന് വേണ്ടി നീ കാത്തിരിക്കണം. ഒരുക്കങ്ങളായെന്ന് പറഞ്ഞ് വീട്ടിൽ ഫംഗ്ഷൻ നടക്കില്ല. അതുപോലെ നമ്മുടെ ഭാസ്കറിനെ ചെയർമാൻ സീറ്റിലെ ഇരുത്തിയെന്നും പറഞ്ഞ് അവനൊരു ചെയർമാനൊന്നും ആവില്ലല്ലോ. ഇവന്റ്സ് ഒക്കെ ഭംഗിയായിട്ട് തീർത്ത് അവൻ സക്സസ്ഫുൾ ആവണല്ലോ. നീ പറഞ്ഞതുപോലെ ഭാസ്കറിന് ഈ കാര്യത്തിൽ വലിയ അറിവൊന്നുമില്ല, എക്സ്പീരിയൻസും ഇല്ല. മാത്രല്ല അവന് സംസാരിക്കാനും അറിയില്ല. അങ്ങനെയുള്ള ഒരുത്തൻ ഇത്രയും വലിയൊരു ബിസിനസ് എങ്ങനെ നടത്താനാടി? ഈവന്റ്സ് ഒക്കെ എങ്ങനെ ചെയ്യും? എന്നെങ്കിലും ഒരു നാൾ എല്ലാം തലകീഴ മറയും. അന്ന് ചെയർമാൻ സീറ്റില് നിനക്ക് പോയിരിക്കാം. അതുവരെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അഖിലിനെ സഹായിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണോ? വേണ്ട, ഇത്രയും നാള് നീ ദാരിദ്ര്യം അനുഭവിച്ചില്ലേ, ഇനി സ്വത്ത് അനുഭവിക്ക. ഇഷ്ടപ്പെട്ടത് കഴിക്ക, ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇട്, നിനക്ക് ഇഷ്ടമുള്ളത് എല്ലാം ചെയ്യും. എൻജോയ് ചെയ്യടി. കണക്ക് നോക്കാതെ നീ കാശ് ചെലവാക്ക്. നിന്റെ സന്തോഷത്തിന് ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ആന്റി, സന്ദർഭത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാം.
അതുവരെ ലൈഫ് ഞാൻ അടിച്ചു പൊളിക്കാം. ഉം, കോടീശ്വരന്റെ വീട്ടിലെ മരുമകൾ എങ്ങനെ ജീവിക്കുവോ അതുപോലെ ജീവിക്കും. ഉം.